അപ്പോൾ ഇതാരാ നട്ടതെന്ന് പോലും, ആരുടെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണെന്ന് പോലും അറിയില്ല. ഇന്ന് അയാൾ ഏതായാലും നമ്മുടെ ഭൂമിയിൽ ഇല്ല. പക്ഷെ ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. അത്രയും രസമാണ് ഇവിടെ. ഇതിനുള്ളിൽ ഇരിക്കുമ്പോഴും എന്ത് രസമാണെന്നറിയോ. അതുപോലെ നാട്ടിൽ നമ്മൾ ബൊഗെയിൻവില്ലകളെ എപ്പോഴും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവർ പറയുന്നത് ഇവിടെ 365 ഡേയ്സും പൂ ഉണ്ടെന്നാണ് കേട്ടോ. ഇതുപോലെ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതും ഇത് ട്രിം ചെയ്യുന്നതും ഒക്കെ കാണാൻ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു 8 ബൊഗെയിൻവില്ലയുടെ നടുക്കാണ്. 8 ബൊഗെയിൻവില്ലകൾ ഒരുമിച്ച് കൂടി ഒരു പന്തല് പോലെ സർക്കിൾ ഷേപ്പിൽ ഉള്ളത് സെന്റ് ജോസഫ് കോൺവെന്റിലാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായി തോന്നി. ഞാനിങ്ങനെ അടുത്ത് വന്നതാണ്. അപ്പോഴാണ് ഈ മരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ കമ്പികൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഈ കമ്പിയിലാണ് ഇത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇതുണ്ടോ, കുറച്ച് ചെതലൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചെതല പിടിച്ചാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. ചെതല തന്നെയാണെന്ന് തോന്നുന്നു. ചെതലാണോ? പക്ഷെ എനിക്ക് സ്ട്രോങ് ആണ്. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒക്കെ എനിക്ക് കാണാൻ തന്നെ നല്ല രസം. ഉണങ്ങി നിൽക്കുകയാണ്. ശരിക്കും ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റേഴ്സിന് ആർക്കും ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല. എന്തായാലും 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ ഇതുപോലെ ഇതുണ്ടോ, ഈ കമ്പി കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ ചുറ്റിനും ഉള്ളിൽ കൂടെ കമ്പിയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതിനെ ഒരു ഷേപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കമ്പിയിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഓരോ ട്രീക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മെയിൻ സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി കയറ്റി വിട്ടിട്ടുണ്ട്. ബാ കയറി വരൂ. ഇത് കണ്ടോ, എൽ ഷേപ്പിൽ അതായത് ഇതാ ഇങ്ങനെ കമ്പി വന്നിരിക്കുന്നത്. ഇവിടം വരെ വലിയ കമ്പിയാണ്. ഇവിടെ നിന്ന് ഒരു ചെറിയ കമ്പി കൊടുത്തിട്ട് ഈ കമ്പിയെ കൂടെ എല്ലാം കുഞ്ഞു ചെറിയ കമ്പികൾ കൊടുത്തേക്കുക. ഇത് ശരിക്കും നല്ല ബലമുള്ള കമ്പി കേട്ടോ. നമ്മൾക്ക് കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും അത്രയും സപ്പോർട്ട് കൊടുത്തിട്ടൂടെയാണ് ഈ സംഭവത്തിനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കി നിർത്തിയേക്കുന്നത്. ഇനി ഈ കമ്പികളെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് നേരെ ഇങ്ങോട്ടേക്കാണ്. ഇത് എന്തിനാ? ചിലപ്പോൾ ഇതിൻ്റെ രാത്രിയിൽ ഇവിടെ വല്ല ലൈറ്റൊക്കെ കണക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും, അങ്ങനെയായിരിക്കും തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളൊരു തരം ബൊഗെയിൻവില്ലയുടെ പൂ തന്നെയാണ്. പിങ്ക് കളർ പെറ്റൽസ്, അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് വരുന്നത്, ചെറിയ ഫ്ലവേഴ്സ്. പറിച്ചെടുക്കാൻ തോന്നുന്നു. വാ, വേറെ ഫ്ലവർ ഒരെണ്ണം കാണിച്ചു തരാം. വാക്കാ പൊട്ടോളം. അതാ ഇതാകുമ്പോൾ കാണാം.
ഈ നമ്മൾ ഈ ബൊഗൈൻവില്ല കളക്ഷനൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ 3 പെറ്റൽസ്, അതിൻ്റെ നടുവിൽ ഫ്ലവർ ഉള്ളത്, ഫ്ലവർ ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ പോലും ആൾക്കാർ കളക്ഷനുണ്ട്. ഉള്ളിലെ പൂവിൻ്റെ പ്രത്യേകത, ഈ പെറ്റൽസിൻ്റെ എണ്ണം അങ്ങനെയൊക്കെ വെച്ച് വരെയാണ് ആൾക്കാർ കളക്ട് ചെയ്യുന്നത് ഫ്ലവേഴ്സ്. അപ്പം ഇത് ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നാട്ടിക്കൊണ്ട് വെക്കുമ്പോൾ വേറൊരു കളറിലായിരിക്കും കാണുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒക്കെ പ്രത്യേകത കൊണ്ട്. മുള്ളുള്ള ബൊഗൈൻവില്ല തന്നെ കേട്ടോ. പഴയ നാടൻ ബൊഗൈൻവില്ലകളിലെല്ലാം മുള്ളുണ്ടല്ലോ. ഈ ട്രീക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഫ്രഞ്ച് സിസ്റ്റേഴ്സാണ് ഈ ഒരു കോൺവെന്റും ഇവിടുത്തെ ഏരിയ ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അവരുടെയാണ് ഇത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് റെയിൽവേ ഉള്ളത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോൺഗ്രിഗേഷനും കോൺവെന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ 88 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു സിസ്റ്ററാണ് റഫേൽ. സിസ്റ്റർ ഇവിടെ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഈ ഒരു ബൊഗൈൻവില്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാരാ നട്ടതെന്ന് പോലും, ആരുടെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണെന്ന് പോലും അറിയില്ല. ഇന്ന് അയാൾ ഏതായാലും നമ്മുടെ ഭൂമിയിൽ ഇല്ല. പക്ഷെ ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. അത്രയും രസമാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും എന്ത് രസമാണെന്നറിയോ. അതുപോലെ നാട്ടിൽ നമ്മൾ ബൊഗൈൻവില്ലകളെ എപ്പോഴും പൂവുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവർ പറയുന്നത് ഇവിടെ 365 ഡേയ്സും പൂവുണ്ടെന്നാണ് കേട്ടോ. ഇതുപോലെ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതും ഇത് ട്രിം ചെയ്യുന്നതും ഒക്കെ ആ ഒരു പാറ്റേൺ കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ ബൊഗൈൻവില്ലകളും നിർത്താൻ പറ്റുമെന്നുള്ളത് കാണുമ്പോഴേ, അതും നമ്മൾ എത്ര വർഷമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു. അത് ഈ ശരിക്കും മനോഹരമായ ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതുപോലെ നമ്മളുമായിട്ട് സംസാരിക്കാൻ സിസ്റ്റർ റാഫേൽ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ സിസ്റ്ററിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റർ പറയുന്നത് ഇനി ഒന്ന് കേട്ട് നോക്കാം. റാഫേലാണ് കേട്ടോ. സിസ്റ്റർ മലയാളിയാണ്. സിസ്റ്റർ 1954 ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങിനും ഇവിടെ കാണുന്ന എല്ലാത്തിനും ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അപ്പോൾ സിസ്റ്റർ വന്നപ്പോൾ മുതൽ ഈ ബൊഗൈൻവില്ല ഈ ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് വളർന്നിട്ടുണ്ട്. ഇത്രയും വണ്ണമൊന്നും ഉണ്ടായില്ല. എനിക്കും ഇത്രയും വണ്ണം ഉണ്ടായില്ല. അപ്പൊ അന്നും ഇതുപോലെ മെഷൊക്കെ കയറ്റി ഈ ഒരു ഷേപ്പ് ഞങ്ങളൊക്കെ കുറെ നന്നാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വട്ടത്തിലുണ്ടാക്കി കുറെ കൂടെ നന്നാക്കി. എല്ലാ പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഇത് കുറെ നാൾ കഴിയുമ്പോ കുറെ വെട്ടിക്കളയും. മഴ വരുമ്പോ കുറെ വെട്ടിക്കളയും. മഴ വരുമ്പോ പൂക്കളെല്ലാം താഴെ പൊഴിഞ്ഞു വീഴില്ലേ സിസ്റ്റർ? പൊഴിഞ്ഞു എന്തിനാ പോണേ? വയസ്സായത് വീണ് പോകും. നല്ലതൊക്കെ അവിടെ നിൽക്കും. മഴയാണേലും നിൽക്കും. അതുപോലെ 365 ഡേയ്സ് ഇവിടെ പൂവുണ്ടെന്നാണ്. എപ്പോഴും പൂവുണ്ട് അല്ലേ? രണ്ടത്തേല് എപ്പോഴും പൂ. കണ്ടാലും അറിയാവല്ലോ എന്ത് പഴയത്. അതെല്ലാം നോക്കി, അതെല്ലാം നോക്കിക്കേ. അതെല്ലാം ഉണങ്ങി പോകുന്നുണ്ട്. നല്ല സൈഡൊക്കെ ഉണങ്ങിപ്പോയി. അത് ഉണങ്ങിപ്പോയാൽ അത് കണ്ടിച്ച് കളയാം. അപ്പൊ പുതിയ പക്ഷെ ഇതിന്റെ വില, ഇതിന്റെ ഏജ് അറിയണമെങ്കിൽ അത് വട്ടത്തിൽ കണ്ടിച്ചാൽ അറിയാലോ. പക്ഷെ വല്ലവരും വട്ടത്തിൽ കണ്ടിക്കാൻ സമ്മതിക്കും. ഗാർഡനേഴ്സ് we will direct them. They will know. Now for example those dry leaves, all this need to be cut. But unless rain come we won't cut because it will dry out. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതെല്ലാം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും അല്ലേ? ഇതുപോലെ dried ones, then fresh ones will come. Flower is there always. നമ്മൾ മുമ്പിൽ കണ്ട 100 വർഷത്തിലധികം പഴക്കമുള്ള ബൊഗൈൻവില്ലയുടെ അതേ സ്റ്റെമ്മ് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് പാറപ്പുറത്താണ് വളർന്നത്. കണ്ട സെയിം ഫ്ലവർ, 3 പെറ്റൽസ് വന്നിട്ട് അതിൻ്റെ നടുക്ക് വൈറ്റ് ഫ്ലവർ ഉള്ള സെയിം അവിടെ കണ്ട അതേ വെറൈറ്റി തന്നെ ഇത്. പക്ഷെ ഇത് പാറപ്പുറത്താണ്. ഇവിടെ ചെറിയ ഗ്രോട്ടോയുടെ സൈഡിലായിട്ടാണ് കേട്ടോ ഇത് വളർന്നു വന്നിരിക്കുന്നത്. അതുപോലെ ദേ ഈ പൊക്കത്തിൽ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ പ്രായമായ ഒരു ബൊഗൈൻവില്ലയുടെ സ്റ്റെമ്മാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ, മുകളിലായിട്ട്. ഇത്രയും പഴക്കമുള്ളൊരു ബൊഗൈൻവില്ല ആയതുകൊണ്ട് ഓൾറെഡി അതങ്ങനെ പ്ലാന്റ് ചെയ്തിട്ട് അതങ്ങനെ റോക്ക് പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണോ എന്നറിയത്തില്ല. അതിന് നമുക്ക് സ്റ്റെമ്മ് നന്നായിട്ട് കാണാം. അത്യാവശ്യം റൂട്ടും പുറത്തേക്ക് വന്നേക്കുന്നതായിട്ട് കാണാം. പക്ഷെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഇതൊരു അരളിയാണ് കേട്ടോ. ഇതും വളരെ പഴക്കം ചെന്ന ഒരു അരളി. കണ്ടോ, നിറയെ പൂക്കളുമായിട്ട് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. നമ്മൾ ബോൺസായി ഒക്കെ ആയിട്ട് വളരെ ചെറുതായിട്ടല്ലേ കണ്ടുള്ളൂ. പക്ഷേ ഇതിങ്ങനെ കയറ്റി വിട്ടേക്കുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഗ്രീനും യെല്ലോയും കണ്ടോ, ഈ ലീഫേ വന്നിരിക്കുന്നു. ഇത് വൈറ്റ് ഫ്ലവറാണ് ഇതിൽ വരുന്നത്. നമ്മൾ വൈറ്റ് ഫ്ലവർ കണ്ടിട്ടുണ്ട് 3 പെറ്റലിൻ്റെ. പക്ഷേ ഈ ലീഫിലുള്ള പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കണ്ടോ, ഇങ്ങനെ കുറച്ചൊരു ഏരിയയിൽ പിങ്കും വൈറ്റും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന
ഒരു കോമ്പിനേഷൻ. ഈ ഒരു കളറും കൂടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ല രസമാണ് അകലേന്ന് കാണുമ്പോൾ. കുറച്ച് മഴയൊക്കെ പെയ്യാതെ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി പൊടി പിടിച്ച പോലെ നിൽക്കുന്നത്, എന്തിലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് മറ്റൊരു ട്രീ കേട്ടോ. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പുതു വന്ന സമയത്ത് ഇത് ഒന്ന് മറിഞ്ഞാടിപ്പോയി, അതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടൊരു കളറാട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇതതിൻ്റെ ഫ്ലവറാണ്, താഴെ വീണ് കിട്ടിയതാട്ടോ. അപ്പം ശരിക്കും കണ്ടോ, ഒരു പീച്ച് കളറിലാണ് വരുന്നത്. അതിൻ്റെ നടുക്ക് ഇതുപോലെ തന്നെ 3 എണ്ണം ഉണ്ട്, 3 സ്റ്റിഗ്മ 3 എണ്ണം ഉണ്ട്. അത് വിടരുന്ന പൂക്കളല്ല, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നു. നല്ല രസമായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബൊഗൈൻവില്ല പോലെ തന്നെ പഴക്കമുള്ളതാണ്. ഈ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ഇവിടെ ഒരെണ്ണം ഉള്ളൂ. ബൊഗൈൻവില്ല ഇങ്ങനെ വിടർന്ന് നിൽക്കും പോലെ ഇത് വിടർന്ന് നിൽക്കുന്നില്ല. ഇതിൻ്റെ ഇലകൾ പോലും ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കുക കേട്ടോ. ഒരു ഫ്ലവർ ഷേപ്പ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത്. ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചിലപ്പോ ഫ്രാൻസിൽ നിന്നൊക്കെ വന്നവനാണോ എന്ന് അറിയത്തില്ല ഇതിന്റെ കളർ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതുപോലെ അതൊരു നമ്മള് ഈ നല്ല വെയിൽ വരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക കളറുണ്ട്. ഇതിന്റെ പൂക്കൾ വിടരുന്ന കേട്ടോ. നടുക്കുള്ള ആ ഫ്ലവർ, വൈറ്റ് കളർ ഫ്ലവർ വിടരുന്നുണ്ട് കണ്ടോ. ചിലതിൽ വിടർന്നിട്ടുണ്ട്, നല്ല വെയിൽ കൊള്ളും. എന്നാൽ ആ നിൽക്കുന്ന പാറ്റേണും എല്ലാം നല്ല രസമുണ്ട്. ബൊഗൈൻവില്ലകളെ കുറിച്ചൊക്കെ ഇത്രയും നോക്കാനും അറിയാനും ഒക്കെ തുടങ്ങിയത് ഇപ്പൊ നമ്മുടെ വീഡിയോ 1 lakh വ്യൂ ഒക്കെ കഴിഞ്ഞ പിന്നെയാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല, ഇത്രയും പാറപ്പുറത്ത് നിൽക്കാൻ പറ്റും, ഇത്രയധികം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബൊഗൈൻവില്ല എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഈ ബൊഗൈൻവില്ലകൾ കുഞ്ഞിലെ തുടങ്ങിയ എന്തോ ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിനെപ്പറ്റി അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അത് കാരണം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ആ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ മറ്റു പൂക്കളുമായിട്ടും ഗാർഡനുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണാനും കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇടണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.